ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു 4 മണി പലഹാരമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. നമ്മൾ രാവിലെ സാധാരണ എളുപ്പപ്പണിയായിട്ട് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ. അപ്പോൾ അതിൽ ബാക്കി വരുന്ന ഉപ്പുമാവ് വെച്ചിട്ടാണ് ഞാനിവിടെ ഈ സ്നാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഉപ്പുമാവ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ കുഴച്ചെടുക്കാം. നന്നായിട്ട് സോഫ്റ്റായിട്ടൊന്ന് കുഴയ്ക്കണം കേട്ടോ. ഇങ്ങനെ പൊടിച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വെള്ളമൊക്കെ തെളിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനിയിത് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. നല്ല നീളത്തിൽ നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ചെറിയ പീസാക്കിയിട്ട് നമ്മളത് എടുക്കുക. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നല്ല അമർത്തിയിട്ട് റോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല നീളനുള്ള പീസുകൾ കിട്ടും നമുക്ക്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ നീളത്തിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിൽ ഈ ഉപ്പുമാവിൽ ഞാൻ ഉള്ളിയോ അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് വെറുതെ കടുക് പൊട്ടിച്ചിട്ട് റെഡിയാക്കിയെടുത്ത ഉപ്പുമാവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിയൊക്കെ ഇടണമെങ്കിൽ അങ്ങനെ ഇട്ടിട്ടുള്ളതായാലും കുഴപ്പമില്ല, അത് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. ഞാനിവിടെ മോൾക്ക് അതൊന്നും ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ അതുകൊണ്ട് വെറുതെ കടുക് പൊട്ടിച്ചിട്ടാണ് ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഇതുപോലെ റോൾ ചെയ്തെടുക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കണമെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് നനച്ച് കയ്യിൽ തടവി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല. മാവൊന്നും നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. നമ്മൾ ഇതേപോലെ എല്ലാം റോൾ ചെയ്തെടുക്കുകയാണ്. അടുത്തത് വേറൊരു ടൈപ്പ് ഉപ്പുമാവാണ്. ഇതിൽ ഞാൻ മാഗിയുടെ പൗഡർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ കളർ വരുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിതെല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. 2 ടൈപ്പ് ചെയ്യാനായിട്ടാണ് വെച്ചിട്ടുള്ളത്. നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം ഓരോന്നിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും നല്ല ക്രിസ്പി ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. അപ്പോൾ ഉപ്പുമാവൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ 2 ഭാഗവും നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഉപ്പുമാവ് ഫ്രൈ അല്ലെങ്കിൽ റവ ഫിംഗേഴ്സ് എന്നൊക്കെ പറയാം.
അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.